നമസ്കാരം. ഇന്ന് 2025 ഫെബ്രുവരി 20 വ്യാഴം. ദേശാഭിമാനി മുഖപ്രസംഗം. അവതരണം രമ്യ മനോജ്. ക്രൂരതയുടെ ചൂളം വിളി. ഇന്ത്യൻ ദേശീയ ശരീരത്തിലെ നാഡീഞരമ്പുകൾ എന്നാണ് റെയിൽവേക്കുള്ള വിശേഷണം. സാധാരണക്കാർ ആശ്രയിക്കുന്ന ഗതാഗത സംവിധാനം. ചുരുങ്ങിയ ചെലവിൽ സുരക്ഷിത യാത്ര എന്ന വിശ്വാസത്തിലാണ് ഓരോ യാത്രയും. എന്നാൽ മുൻഗണനകൾ മാറിയതോടെ മനുഷ്യജീവനുകൾ കയ്യിൽ വെച്ചാണ് ട്രെയിനുകൾ ചൂളം വിളിച്ചോടുന്നത്. പരിഗണന ഉയർന്ന ക്ലാസ് യാത്രക്കാരോട് മാത്രമായി. 67,000 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ച ഇന്ത്യൻ റെയിൽവേയിൽ പ്രതിദിനം 2.3 കോടി പേർ യാത്ര ചെയ്യുന്നു. എന്നിട്ടും റെയിൽവേയുടെ സുരക്ഷാ സംവിധാനമാകെ അവഗണനയുടെ അപര്യാപ്തതകളിൽപ്പെട്ട് വലയുന്നു. ഡൽഹി സ്റ്റേഷനിലെ തിക്കിലും തിരക്കിലും 20 പേർ മരിച്ച ഏറ്റവും പുതിയ സംഭവം തെളിയിക്കുന്നതും അതുതന്നെ. ഏറെ സുരക്ഷ വേണ്ട രാജ്യ തലസ്ഥാനത്തെ സ്റ്റേഷനിലാണ് ദുരന്തമെന്നത് പ്രശ്നത്തെ കൂടുതൽ ഗൗരവമാക്കുന്നു. ഡൽഹി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത് അപകടമല്ല, അനാസ്ഥയും അലംഭാവവും വരുത്തിയ ദുരന്തമാണെന്ന് ഡൽഹി ഹൈക്കോടതി രൂക്ഷ ഭാഷയിലാണ് വിമർശിച്ചത്. അധികൃതരുടെ വീഴ്ചയാണ് ദുരന്തത്തിലേക്ക് നയിച്ചതെന്ന് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് തന്നെ നൽകിയ റിപ്പോർട്ടിലും പറയുന്നുണ്ട്. കുംഭമേളയുടെ തിരക്ക് മുൻകൂട്ടി കണ്ട് വേണ്ടത്ര സുരക്ഷാ സൈനികരെ നിയോഗിച്ചില്ല. സ്റ്റേഷനോ ട്രെയിനുകൾക്കോ ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും കൂടുതൽ ടിക്കറ്റ് വിറ്റു. സാധാരണ വൈകിട്ട് 6 മുതൽ 8 വരെ 6,000 ടിക്കറ്റ് വിൽക്കുന്ന സ്ഥാനത്ത് 9,600-ലേറെ ടിക്കറ്റാണ് ദുരന്ത ദിവസം വിറ്റത്. ജീവന്റെ സുരക്ഷ നോക്കാതെ കൂടുതൽ ലാഭമുണ്ടാക്കാനായിരുന്നു അവിടെയും ശ്രമം. നിന്നു തിരിയാൻ സ്ഥലമില്ലാത്ത പ്ലാറ്റ്ഫോമുകളിൽ ട്രെയിനുകൾ എത്തുന്നതിനെ കുറിച്ച് തെറ്റായ അനൗൺസ്മെന്റ് കൂടിയായപ്പോൾ മേൽപ്പാലത്തിൽ തിക്കും തിരക്കും കൂടി. അവിടെ ദുരന്തം തുടങ്ങിയായിരുന്നു. 20 വിലപ്പെട്ട ജീവനുകൾ ചവിട്ടിയരയ്ക്കപ്പെട്ടു. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. റെയിൽവേയിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. 2023-24 മാത്രം 40 ട്രെയിൻ അപകടങ്ങളാണ് ഉണ്ടായത്. 313 യാത്രക്കാരും 4 ജീവനക്കാരും മരിച്ചു. 10 വർഷത്തിനിടെ 638 അപകടങ്ങളിൽ 719 യാത്രക്കാരും 29 ജീവനക്കാരും മരിച്ചതായും വിവരാവകാശ രേഖ പറയുന്നു. ഇവിടെയാണ് മുൻഗണനകളിലെ മാറ്റവും സുരക്ഷാ അവഗണനയും ചർച്ചയാകേണ്ടത്. അനുവദിക്കപ്പെട്ട 14 ലക്ഷം തസ്തികകളിൽ 2.48 ലക്ഷവും നികത്താതെ കിടക്കുകയാണ്. ആകെ 1,20,000 ലോക്കോ പൈലറ്റുമാർ വേണ്ടതിൽ 20,000-വും ഒഴിഞ്ഞു കിടക്കുന്നു. പാളം കൊണ്ട് സുരക്ഷ ഉറപ്പാക്കാനായി 2.5 ലക്ഷം ട്രാക്ക് മെയിന്റനർമാർ വേണ്ടതിൽ 1/2 ലക്ഷവും നികത്തപ്പെട്ടിട്ടില്ല. പുറം കരാർ കൊടുത്ത് നൈപുണ്യമില്ലാത്ത സാധാരണ തൊഴിലാളികളെ വെച്ചാണ് പാളം കൊണ്ട് അറ്റകുറ്റപ്പണിയടക്കം ചെയ്യുന്നത്. RPF പിരിച്ചുവിട്ട സ്റ്റേഷനുകളുടെയും യാത്രക്കാരുടെയും സുരക്ഷ സ്വകാര്യ ഏജൻസിക്ക് കൈമാറണമെന്നാണ് റെയിൽവേ പരിഷ്കരണം സംബന്ധിച്ച ബിബേക് ദേബ്രോയ് കമ്മിറ്റി ശുപാർശ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ RPF അംഗബലം കുറച്ചു കൊണ്ടുവരികയാണ്. CAG റിപ്പോർട്ടിലെ ചില വസ്തുതകളും മുൻഗണനാ മാറ്റത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. പാളങ്ങളുടെ നവീകരണത്തിന് ബജറ്റിൽ വകകൊള്ളിച്ച 58,459 കോടി രൂപയിൽ 2020-21 ധനവർഷത്തിൽ 671.92 കോടി മാത്രമാണ് ഉപയോഗിച്ചത്. സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി സ്ഥാപിച്ച രാഷ്ട്രീയ റെയിൽ സംരക്ഷക കോഷ് നവീകരണത്തിന് പകരം ഫുഡ് മസാജർ, ഫർണിച്ചറുകൾ എന്നിവ പോലുള്ള അനാവശ്യ കാര്യങ്ങൾക്കാണ് പണം ചെലവഴിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കൂടാതെ വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകളിൽ മാത്രമാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ലോക്കൽ പാസഞ്ചർ ട്രെയിനുകൾ പതുക്കെ അപ്രത്യക്ഷമാകുന്നു. ജനറൽ, നോൺ AC കമ്പാർട്ട്മെന്റുകളിൽ സീറ്റുകൾ കുറയുന്നു. 2012 മുതൽ 2022 വരെ ജനറൽ സീറ്റുകൾ 50% നിന്ന് 43-ആയും നോൺ AC സ്ലീപ്പർ കമ്പാർട്ട്മെന്റുകളിലെ സീറ്റ് 36% നിന്ന് 33-ആയും കുറച്ചു. അതേസമയം AC കോച്ചുകളുടെ സീറ്റ് 15% നിന്ന് 24-ആയി വർദ്ധിച്ചു. യാത്രാ നിരക്കുകൾ വിപണിയുടെ കൈകളിൽ വിടണമെന്ന ബിബേക് ദേബ്രോയി ശുപാർശ പിൻപറ്റി ടിക്കറ്റുകൾ തത്കാലും പ്രീമിയം തത്കാലുമാക്കി യാത്രക്കാരെ കൊള്ളയടിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ മനുഷ്യന് ഒരു വിലയും കൽപ്പിക്കാതെ ലാഭം മാത്രം ലക്ഷ്യമിടുന്ന കൊള്ള സ്ഥാപനമായി റെയിൽവേയും മാറുകയാണ്. ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.